അമ്പമ്പോ എന്തൊരു കളക്ഷൻ. ഇപ്പോഴിതാ ടെസ്റ്റിൽ ഞെട്ടിച്ച് തുടരും മുന്നേറുകയാണ്. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും കർണാടകയിലും വലിയ കുതിപ്പ് തന്നെയാണ് ഈ മോഹൻലാൽ ചിത്രം കാഴ്ചവെക്കുന്നത്. തുടരും ചിത്രം 3 ദിവസം കൊണ്ട് ഏകദേശം 69 കോടിയിലധികമാണ് നേടിയിരിക്കുന്നത്. ഇത് ശരിക്കും ലാൽ ആരവം തന്നെ. തിയേറ്ററുകളിൽ ആരവം തീർത്ത് മോഹൻലാൽ തരുൺമൂർത്തി ചിത്രം തുടരും മുന്നേറുകയാണ്. മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രം ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. തിയേറ്ററുകളിൽ മികച്ച പ്രതികരണമാണ് ഇപ്പോൾ ചിത്രത്തിന് ലഭിക്കുന്നത്. മോഹൻലാൽ എന്ന പെർഫോമറെ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണാനായി എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത്. കുടുംബ പ്രേക്ഷകരും മോഹൻലാൽ ആരാധകരും ഒരുപോലെ ഏറ്റെടുത്ത സിനിമ വമ്പൻ കളക്ഷനാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടുന്നത്. പല തിയേറ്ററുകളിലും സിനിമയ്ക്കായി എക്സ്ട്രാ ഷോകൾ വരെ സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിന് പുറത്തും തമിഴ്നാട്ടിലും കർണാടകയിലും സിനിമയ്ക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചു. ചിത്രത്തിന്റെ ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2 കോടിക്ക് മുകളിലാണ് ഇതുവരെ കർണാടകയിൽ നിന്നും ചിത്രം നേടിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും 2 കോടിക്കടുത്ത് തന്നെ ചിത്രം സ്വന്തമാക്കി. മലയാളത്തിനോടൊപ്പം ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പും അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയിരുന്നു. മികച്ച പ്രതികരണമാണ് സിനിമയുടെ തെലുങ്ക് വേർഷനിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനർത്ഥം ഒട്ടും ഹൈപ്പില്ലാതെ ഹെലികോപ്റ്ററില്ലാതെ സാധാരണക്കാരനായി വന്ന മോഹൻലാലിന്റെ തുടരും ബോക്സ് ഓഫീസ് ഞെട്ടിച്ചു എന്ന് തന്നെയാണ്. ആന്ധ്ര തെലുങ്കാനയിൽ നിന്ന് തുടരിന്റെ മലയാളം പതിപ്പ് ഏകദേശം 35 ലക്ഷം നേടിയപ്പോൾ തെലുങ്ക് വെർഷൻ 50 ലക്ഷം കടന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതോടെ തുടരുമിന്റെ നേട്ടം 7 കോടിക്ക് മുകളിലാണ്. ആദ്യ ദിനം വെറും 90 ലക്ഷം മാത്രമായിരുന്നു സിനിമയ്ക്ക് നേടാൻ സാധിച്ചത്. പിന്നീടാണ് ഓട്ടം തുടങ്ങിയത്. ചിത്രം 3 ദിവസം കൊണ്ട് 69 കോടിയിലധികം രൂപ നേടിയെന്നാണ് അണിയറ പ്രവർത്തകർ സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഏപ്രിൽ 25-നാണ് തുടരും തിയേറ്ററുകളിൽ എത്തിയത്. ആദ്യ ദിനത്തിൽ മാത്രം ചിത്രം ആഗോളതലത്തിൽ 17 കോടിയിലധികം രൂപ നേടിയെന്നാണ് പറയുന്നത്. ജനപ്രീതി കണക്കിലെടുക്കുമ്പോൾ വരും ദിവസങ്ങളിൽ സിനിമ 100 കോടി കളക്ഷൻ മറികടക്കുമെന്ന് ഉറപ്പാണ്. തികച്ചും ഫാമിലി ഡ്രാമ സ്വഭാവത്തിലെത്തിയ തുടരുമിൽ ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തിയത്. നടന്റെ പ്രകടനത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ആക്ഷൻ രംഗങ്ങളിലെ മോഹൻലാലിന്റെ പ്രകടനത്തിന് തിയേറ്ററുകളിൽ വലിയ കയ്യടി ലഭിക്കുന്നുണ്ട്. സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രകാശ് വർമ്മയുടെ പ്രകടനത്തിനും വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. ഒപ്പം ശോഭനയ്ക്കും. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.